ഈ കുഞ്ഞുങ്ങളാകെ മൂഡ് ഓഫ് ആയിട്ടാണല്ലോ ഇരിക്കുന്നത്. എന്ത് പറ്റിയാവും? എന്ത് പറ്റി രണ്ടുപേർക്കും? ഒരു മൂഡ് ഓഫ് ആയിട്ടാണല്ലോ ഇരിക്കുന്നത്. ഒന്നുമില്ല അങ്കിൾ. ആ, അങ്ങനെ പറഞ്ഞാൽ ഞാൻ സമ്മതിക്കത്തില്ല. സ്ലീപ്പ് ഓവറിന് പോയത് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടില്ലേ? അതൊക്കെ ഇഷ്ടപ്പെട്ടു. പിന്നെ എന്താ പ്രശ്നം? എന്താ രണ്ടുപേരുടെ മുഖം എന്തോ കണ്ട് പേടിച്ചതുപോലെ? പോയ സ്ഥലത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? അവർക്കൊരു പ്രശ്നമില്ല. ഗെയിമൊക്കെ കളിച്ചതിന് ക്ഷീണത്തിലാ. അല്ലേ എന്തോ? ശരി, എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ ഗെയിം? അച്ഛാ, ഞങ്ങളവിടെ ഒരുപാട് ഗെയിംസ് കളിച്ചു. നല്ല രസമായിരുന്നു. അടുത്ത സ്ലീപ്പ് ഓവർ നമ്മളെ വീട്ടിൽ തന്നെ കൂടണം. ഓ, അതിനെന്താ, ആയിക്കോട്ടെ. അല്ല, നിങ്ങളെ കൊണ്ടുപോകാൻ ആര് വരും? അങ്കിള് നിങ്ങളെ വീട്ടിലാക്കട്ടെ? വേണ്ടെങ്കിൽ സച്ചേച്ചൻ വരും. അച്ഛാ, ഇപ്പഴാ ഞാൻ ഓർത്തത്. എന്താ? ഇവർ രണ്ടൊരു മൂഡ് ഓഫ് ആയതിന് കാരണം. അതല്ലേ അച്ഛൻ നേരത്തെ ചോദിച്ചത്. ആട്ടെ, എന്താ കാര്യം? ഇന്ദുവിന്റെ അച്ഛൻ ഫോൺ വിളിക്കാന്നോട്ട് ഇതുവരെ വിളിച്ചിട്ടില്ല. അതിന്റെ മൂഡ് ഓഫാ രണ്ടുപേർക്കും. ഓ, അത് ശരി. ഒരു കാര്യം ചെയ്യാം, അങ്കിള് നിങ്ങളെ വീട്ടിൽ കൊണ്ടാക്കാം. നമുക്കപ്പോ അച്ഛനൊരു സർപ്രൈസും കൊടുക്കാം. എന്താ? അത് സൂപ്പർ. ഓളെ എന്തിനാ ഗ്ലാസ് ആക്കുന്നേ? പുറത്തുനിന്ന് പൊടിയൊക്കെ കയറില്ലേ? അതും ക്ലോസ് ചെയ്തേരെ. അച്ഛാ, അമ്മ എന്താ വിളിക്കാൻ വരാതിരുന്നേ? ഈശ്വര, സമൃദ്ധ ഹോസ്പിറ്റലാണെന്ന് മോളോട് എങ്ങനെ പറയും? പറഞ്ഞാ അവളാകെ സങ്കടത്തിലാവുമല്ലോ. അച്ഛൻ എന്താ ആലോചിക്കുന്നേ? സ്ലീപ്പ് ഓവർ കഴിഞ്ഞിട്ട് അമ്മ ഇതുവരെ വിളിച്ചത് പോലുമില്ല. സാധാരണ അങ്ങനെയല്ലല്ലോ, എപ്പോഴും വിളിക്കാറുള്ളതല്ലേ. അതുകൊണ്ടും മോളെ, മോൾക്കറിയാലോ അമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് തലവേദന വരുന്ന കാര്യം. അതുകൊണ്ട് വരണ്ട, റെസ്റ്റ് എടുത്തോളാൻ അച്ഛനെ പറഞ്ഞേ. അതുകൊണ്ട് അമ്മ വരാതിരുന്നേ. തലവേദനയോ? ഞാൻ അമ്മയൊന്ന് വിളിച്ചു നോക്കട്ടെ. വേണ്ട മോളെ, അമ്മയെ ഇപ്പൊ വിളിച്ച് ശല്യപ്പെടുത്തണ്ട. ചിലപ്പോ തലവേദനയായിട്ട് കിടക്കുമല്ലായിരിക്കും. ഈ സമയത്ത് ഫോണിൽ സംസാരിച്ച തലവേദന അങ്ങ് കൂടും. നമ്മൾ വീട്ടിലേക്കല്ലേ പോകുന്നേ, അപ്പൊ കാണാമല്ലോ. ശരി. നല്ല കുട്ടി. തൽക്കാലം ഗൗരമോളി ഞാൻ പറഞ്ഞത് വിശ്വസിച്ചെന്ന് തോന്നുന്നു. ഇനി വീട്ടിൽ ചെല്ലുമ്പോൾ മോളെ എന്തും പറഞ്ഞ് സമാധാനിപ്പിക്കൂ. ഈ കുഞ്ഞുങ്ങളെ വീട്ടിൽ കൊണ്ടുപോയി വിട്ട് കഴിഞ്ഞ് സമൃദ്ധ ഹോസ്പിറ്റലാണെന്ന കാര്യം ഗൗരമോളോട് പറയുന്നതായിരിക്കും നല്ലത്. എനിക്ക് പരിചയമുള്ള ഒരു പോലീസുകാരനാ. അയാളോട് സച്ചേട്ടന്റെ കാര്യം അന്വേഷിക്കാൻ ഞാൻ പറഞ്ഞിരുന്നു. എന്നിട്ട് അയാൾ എന്താ മോനെ പറഞ്ഞത്? സച്ചേട്ടൻ അവർ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കും. മിക്കവാറും റിമാൻഡ് ചെയ്യുന്നു തന്നെയാ അയാൾ പറഞ്ഞത്. എന്റെ ദൈവമേ, ഒരു തെറ്റും ചെയ്യാത്ത എന്റെ മോനെ ഈ ഗതി വന്നല്ലോ. അവന്തികയുടെ തലയിൽ ഇടുത്തി വീഴും. അയാള് വേറൊരു കാര്യം കൂടി പറഞ്ഞു. അത് കേട്ടപ്പോഴാ എന്റെ നെഞ്ചു പെടഞ്ഞു പോയത്. എന്താ മോനെ? എന്താ ധനുഷ്, നിന്റെ കണ്ണു നിറഞ്ഞല്ലോ. എന്താ പോലീസുകാരൻ പറഞ്ഞത്?
അത് ഇന്നലെ രാത്രി ആ സിഐയും കുറച്ച് പോലീസുകാരും കൂടി സച്ചേട്ടനെ വല്ലാതെ ഉപദ്രവിച്ചു. സച്ചേട്ടൻ ഭയങ്കര നിലവിളിയും ബഹളമായിരുന്നു. അടിയും ചവിട്ടുവേറ്റു പാവം ആകെ തളർന്നു പോയിന്ന്. ഈശ്വരാ, ആ പാവത്തിന് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും വയ്യ. ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കാനുള്ള എല്ലാ വകുപ്പും പാവത്തിന്റെ തലയിൽ കെട്ടിവെച്ചിട്ടുണ്ട്. ജാമ്യം കിട്ടാൻ ഒരു സാധ്യതയില്ലെന്നാ ആ പോലീസുകാരൻ പറഞ്ഞത്. ജീവിതകാലം മുഴുവൻ എന്റെ സച്ചേട്ടൻ ജയിലിൽ കിടക്കാനോ? എന്റെ ദൈവമേ, എങ്ങനെയെങ്കിലും എന്റെ സച്ചേട്ടനെ രക്ഷിക്കണം. അനൂപേട്ടനെയും സന്ദീപിനെയും വിളിച്ച് ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ഒരു നല്ല വക്കീലിനെ കണ്ടുപിടിക്കാന്നാ അവര് പറഞ്ഞത്. എന്തൊരു ദുർവിധിയത്! എത്ര നാളായി ഈ കുടുംബത്തിൽ ആരെങ്കിലും ഒന്ന് സന്തോഷിച്ചിട്ട്. ഓരോ ദിവസം ഓരോ സങ്കടങ്ങളാ. സേതുവേട്ടന്റെ കുടുംബത്തിന് ദൈവം എന്തിനാ ഇത്ര വലിയൊരു ശാപം കൊടുത്തത്?